ഇന്ത്യ യുദ്ധത്തിലാണ്, സമാധാനത്തിന്റെ യുദ്ധത്തിലാണ്. ഇന്ത്യയെ ചൊറിയാൻ വരുന്നവർക്കെതിരെയാണ് ഇന്ത്യ തിരിച്ചടി നൽകുന്നത്. അതിൽ പാക് സ്നേഹികൾ കേരളത്തിൽ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സൈനികർ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് വേണ്ടിയാണ് അവർ പോരാടുന്നതെന്ന് നിങ്ങളൊന്ന് ഓർത്താൽ നല്ലത്. കേരളത്തിലെ പാക് സൈനികളെ, അതായത് പാകിസ്ഥാന് കശ്മീർ വേണ്ട, കേരളം മതിയെന്നാണ് പറയുന്നത്. കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പാക് സ്നേഹികൾ ഉള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. ജിതിൻ ജേക്കബ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരാൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ യുദ്ധത്തിലാണ്, ഇത് ധർമ്മയുദ്ധമാണ്. യുദ്ധം ആരും ആഗ്രഹിച്ചതല്ല, ഭാരതത്തിന്റെ ചരിത്രവും അതല്ല. ഇത് നമ്മളെ നിർബന്ധിച്ച് യുദ്ധത്തിലേക്ക് ഇറക്കിയതാണ്. നമുക്ക് നമ്മുടെ രാജ്യത്ത് പോലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? തോക്കുമായി നിരപരാധികളെ കൊല്ലാൻ വരുന്ന ഭീകരരോട് സമാധാനം പറഞ്ഞിട്ടോ ഭീകരതയുടെ മനസ്സ് മാറണമെന്ന് പ്രാർത്ഥിച്ചിട്ടോ കാര്യമില്ല. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം അവർക്ക് മറുപടി കൊടുക്കാൻ. നമ്മുടെ സഹിഷ്ണുതയാണ് അവർ ഇത്രയും കാലം മുതലെടുത്തത്. എന്ത് ചെയ്താലും നമ്മൾ പ്രതികരിക്കാതെ ഇരിക്കുമെന്ന് അവർ കരുതി. മാധ്യമങ്ങളുടെ അതിരുവിട്ട ആവേശം അരോചകമായി തോന്നുന്നു. മലയാളികളായ നമ്മൾ യുദ്ധം കണ്ടിട്ടില്ല, അതിന്റെ ദുരിതങ്ങൾ നേരിട്ടിട്ടില്ല. ശത്രുവിന്റെ ഡ്രോണുകൾ തലയ്ക്ക് മുകളിലൂടെ പോകുന്നത് കാണാൻ അത്ര രസമുള്ള കാര്യവുമല്ല. യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ ഭൂമി കുലുക്കുന്നത് പോലെയാണ്. മോക്ക് ഡ്രിൽ അലാറം അടിക്കുന്നത് പോലെയുള്ള അവസ്ഥയല്ല യഥാർത്ഥത്തിൽ അലാറം അടിക്കുമ്പോൾ ഉള്ളത്. ഏത് സമയവും മിസൈൽ വീണേക്കാം എന്ന ഭയത്തിൽ, പൂർണ്ണ ഇരുട്ടിൽ മണിക്കൂറുകൾ ഭയന്നിരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. സർക്കാരും സൈന്യവും കൂടെയുണ്ട് എന്നറിയാം. ബാരാമുള്ളയിലും ശ്രീനഗറിലും കത്തുവിലും ജമ്മുവിലും ഉധംപൂരിലും ഒക്കെയുള്ള സഹപ്രവർത്തകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഓർത്ത് വലിയ ഉത്കണ്ഠയുമുണ്ട്. കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് പേർ ഇന്ത്യൻ സേനയിലുണ്ട്. അവരെയും അവരുടെ കുടുംബങ്ങളെയും ഓർക്കണം. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആവേശമല്ല ആ കുടുംബങ്ങളിൽ ഇപ്പോൾ. അതിർത്തിയിൽ ജോലി ചെയ്യുന്ന അനേകം സിവിലിയൻസ് ഉണ്ട്. എയർപോർട്ടുകൾ അടച്ചതോടെ എങ്ങോട്ടും പോകാൻ പോലും പറ്റാതെ ആശങ്കയോടെ കുടുങ്ങിക്കിടക്കുന്നവർ ധാരാളമുണ്ട്. മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കണ്ട് അമിതമായ ആവേശം കാണിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. നിരുത്തരവാദപരമായ റിപ്പോർട്ടിംഗ് ആണ് പലതും. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന 90% വീഡിയോകളും ഇപ്പോഴത്തെ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. വലിയ രീതിയിൽ വ്യാജ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. അതിൽ പോയി വീഴാതിരിക്കുക. യുദ്ധം സോഷ്യൽ മീഡിയയിലല്ല എന്നോർക്കണം. പൗരന്മാർ എന്ന നിലയിൽ രാജ്യത്തോടുള്ള കടമകൾ നിറവേറ്റാൻ കൂടിയുള്ള അവസരമാണിത്. ഇപ്പോൾ ചെയ്യേണ്ടത് സർക്കാരും സൈന്യവും പറയുന്നത് മാത്രം കേൾക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ്. അവസാന വിജയം നമ്മുടേത് തന്നെയായിരിക്കും. കാരണം സത്യവും നീതിയും നമ്മുടെ ഭാഗത്താണ്. ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ മാധ്യമങ്ങൾ, ഈ പ്രമുഖ മാധ്യമങ്ങൾ, വാർത്താ മാധ്യമങ്ങളൊക്കെ ഈ വലിയ രീതിയിൽ ആവേശപൂർവം അവർക്കിവിടെ ഇരുന്ന് എന്തും വിളിച്ചു പറയാം. അതിർത്തിയിൽ ഞാനൊരു പട്ടാളക്കാരന്റെ മകളും ഒരു പട്ടാളക്കാരന്റെ സഹോദരിയുമായതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം ഞങ്ങളുടെയൊക്കെ നെഞ്ചിടിക്കുന്ന ഇടി എത്രമാത്രമാണ് എന്നുള്ളത്. കാരണം എൻ്റെ സഹോദരൻ പഞ്ചാബിലാണ്. അപ്പോൾ അവിടെയൊക്കെ പ്രശ്ന മേഖലകളാണ്. അവിടെയൊക്കെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും, അവിടെയൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോഴും രാത്രി ഉറക്കം പോലും ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ വീട്ടിലെ അവസ്ഥ എന്താണ് എന്നുള്ളത്, ഇപ്പം എൻ്റെ അമ്മയൊക്കെ ഇന്നലെ മുതൽ ആഹാരം പോലും കഴിക്കാതെ ഇരിക്കുകയാണ്. എപ്പോഴും കരഞ്ഞുകൊണ്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും എന്നെ വിളിച്ച് ചോദിക്കും. കാരണം ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്, എനിക്ക് സൈന്യത്തിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും അമ്മയുടെ കരച്ചിൽ ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടവും ഒരു വല്ലാത്ത വേദനയുമാണ്. പിന്നെ അവനെ ഓർത്ത് അഭിമാനമുണ്ടെങ്കിൽ പോലും അവനൊന്നും സംഭവിക്കരുതേ, അവനോടൊപ്പം ജോലി ചെയ്യുന്നവർക്കും നമുക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറായി നിൽക്കുന്ന സൈനികർക്കും ഒന്നും സംഭവിക്കരുതേ എന്ന് ആത്മാർത്ഥമായി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു അതിർത്തി കാക്കുന്ന ഒരു ജവാൻ, അതിർത്തി കാത്തുകൊണ്ട് വരുന്ന പൈസയിൽ നിന്ന് ജീവിച്ച അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിയ ഒരു മകളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അതുപോലെയാണ് എൻ്റെ സഹോദരനും. അപ്പോൾ തീർച്ചയായിട്ടും അവനും കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ അവന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അപ്പോൾ
ആ വേദന എത്രത്തോളം വലുതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെയാണ് ഓരോ പട്ടാളക്കാരന്റെ വീട്ടിലെയും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അവർക്ക് ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ തിരിച്ചടിച്ചു, ഇന്ത്യ തിരിച്ചടിക്കുന്നു, പാകിസ്ഥാന് പ്രഹരം, പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രഹരം, ഇതൊക്കെ നമുക്ക് സന്തോഷവും ആവേശവും ഒക്കെ പകരുന്നതാണ്. നമ്മുടെ സൈന്യം ഊർജ്ജസ്വലതയോടെ നമുക്ക് വേണ്ടി സജ്ജരായിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്ത്യയോടൊപ്പം തന്നെ, ഇന്ത്യയുടെ സുരക്ഷിതത്വത്തോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുക, സൈനികർക്കും ഒന്നും സംഭവിക്കരുത് എന്ന് എല്ലാ ഇന്ത്യക്കാരും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം. കാരണം ഇന്നലെ രാത്രി നിങ്ങൾ എല്ലാവരും സുഖമായി കിടന്നുറങ്ങിയിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്കാർക്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും കൊടുക്കേണ്ടത് ഇന്ത്യൻ സൈന്യത്തിനാണ്. സർക്കാരുകൾ പറയുമ്പോൾ ഈ കൃത്യമായി അത് ചെയ്യുകയും ഈ വരുന്ന മിസൈലുകളായാലും ഡ്രോണുകളായാലും അതിനെ പ്രതിരോധിക്കുകയും സ്വന്തം ജീവൻ പോലും കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറന്നുകൊണ്ട് അതിനെ ആ ശത്രുരാജ്യം നമ്മുടെ രാജ്യത്തെ കടന്ന് ആക്രമിക്കാതിരിക്കാൻ സർവ്വശക്തിയും എടുത്ത് അവർ പോരാടുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു അഭ്യർത്ഥനയായി കാണുന്ന എല്ലാ ഇന്ത്യക്കാരും അവരോടൊപ്പം തന്നെയുണ്ട്, സൈന്യത്തോടൊപ്പം തന്നെയുണ്ട്. പാകിസ്ഥാൻ സ്നേഹികളല്ലാത്ത ഇന്ത്യക്കാർ മുഴുവൻ അവരോടൊപ്പം തന്നെയുണ്ട്. നമ്മുടെ സൈനികരാണ് നമ്മുടെ ബലം. അവരുടെ ഓരോ എന്താ പറയുക, അവരുടെ ഓരോ ശക്തിയുമാണ് നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി കൂടി നമ്മുടെ പ്രാർത്ഥനകളുടെ സമയം മാറ്റിവെക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവർക്ക് വേണ്ടി മാത്രം നമ്മൾ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ പ്രതിരോധങ്ങളൊക്കെ തീരുന്നത് വരെ, ഈ പ്രതിസന്ധികളൊക്കെ തീരുന്നത് വരെ നമ്മൾ പ്രാർത്ഥിക്കുക. ചാനലുകാർക്ക് അവർക്ക് റേറ്റിംഗ് കൂട്ടണം. അതിനുവേണ്ടി അവർ എന്തും കോപ്രായങ്ങളും അവർ കാണിക്കും. ഈ ഹെലികോപ്റ്ററൊക്കെ വന്നിറങ്ങുക, ഈ സൈനികർ പോകുക എന്നൊക്കെ പറയുന്നത് പണ്ട് അച്ഛനൊക്കെ വന്നിരുന്ന് പറയുന്നത് ഈ പട്ടാള കഥകൾ എന്നൊക്കെ പറഞ്ഞിരുന്ന് നമ്മളത് പലപ്പോഴും പറയും. അതൊക്കെ വെറുതെ ഈ പൊങ്ങച്ച പറയുന്ന കഥകളാണ്, അവരൊക്കെ വലിയ ധീരന്മാർ ആണെന്ന് പറയുന്ന കഥകളാണ്. അങ്ങനെയല്ല, സത്യസന്ധമായ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അച്ഛൻ പറയുന്ന കഥകളൊക്കെ. ഇപ്പൊ എൻ്റെ സഹോദരനായാലും അതിർത്തി കാക്കുന്ന ഒരു പട്ടാളക്കാരനാണ് അവൻ. അപ്പോൾ അതിർത്തിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഏത് തരത്തിലാണ് ബാധിക്കുന്നത്, എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്, അവരുടെ ആഹാരങ്ങളായാലും അവരുടെ ജീവിത രീതികളായാലും ഒക്കെ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സൈനികരോടൊപ്പം നിൽക്കുക. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മിസൈൽ അയച്ചു, നമുക്ക് പ്രതിരോധ ശക്തികളുണ്ട്, നമുക്ക് യുദ്ധവാഹിനികളുണ്ട്, നമ്മുടെ കര നാവിക വ്യോമസേനകളെല്ലാം സജ്ജരായിരിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ അർത്ഥത്തിലും സജ്ജരാണ്. നമ്മൾ ഏത് അടിക്കും ഒരു ഇരട്ടിയായി നമ്മൾ തിരിച്ചടി നൽകും. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് അച്ഛന്മാരുണ്ട്, ഒരുപാട് ഭാര്യമാരുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഒരുപാട് മക്കളുണ്ട് നമ്മുടെ സൈനികരെ കാത്ത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രചോദനമാകുന്ന കാര്യങ്ങൾ പറയുക, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനകളിൽ മുഴുകുക. ഇതൊരു എന്താ പറയുക, ഒരു പിശാചുക്കളും ദൈവങ്ങളും തമ്മിലുള്ള യുദ്ധമാണ് എന്നാണ് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുക. ആ പിശാചുക്കളെ തീർക്കുക. ഇനി ഒരിക്കലും ആ പിശാചുക്കൾ തല ഉയർത്തിക്കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്ന് നമ്മുടെ ഒരാളുടെയും ജീവൻ എടുക്കത്തക്ക രീതിയിലേക്ക് പോകരുത്. അത്രമാത്രം ആ പിശാചുക്കളെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ സൈന്യം സജ്ജരാണ്. നമ്മൾ അവർക്കൊപ്പം നിൽക്കുക. അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെല്ലാവർക്കും ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാം.